ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയ വികാരത്തിൻ്റെ ഫ്യൂസ് ഊരിക്കോളും. നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ ഫ്യൂസ് ഊരാൻ പോവുകയാണ്. കാത്തിരുന്നുള്ളൂ. തൃശ്ശൂരിലെ NDA കൺവെൻഷനിൽ സുരേഷ് ഗോപി പറഞ്ഞ മാസ് ഡയലോഗാണിത്. വിശ്വാസികളുടെ വികാരം മാനിക്കാതെ ഫ്യൂസൂരിയ ഇടതു പാർട്ടിയുടെ ഫ്യൂസ് ഊരും. അതിന് ഇനി അധിക നാളില്ല. കൃപേഷിനോടും ശരത്ലാലിനോടും ചെയ്ത ക്രൂരത ഈ കേരളം മറന്നിട്ടില്ല. ഈ കൊലപാതകത്തിൽ CBI അന്വേഷണം വന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാത്ത അവസ്ഥയാകും ഈ പാർട്ടിക്കെന്നും സുരേഷ് ഗോപി ആഞ്ഞടിക്കുന്നു. കേട്ടിട്ടുള്ള, അധികം സംസാരിച്ചിട്ടില്ല, കേൾക്കുവാൻ ഒരുപാടുണ്ടായിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ ആയാലും ശരി തന്നെ. അവരുടെ സ്വഭാവം എനിക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷേ കേരളത്തിലെ അവരെ താങ്ങുന്ന അണികൾ മനസ്സിലാക്കിക്കോളൂ, എവരാണ് ഈ രാജ്യത്തിൻ്റെ ഗതി താഴോട്ടേക്ക് വലിക്കുന്നത്, വളർച്ച മുരടിപ്പിക്കുന്നത്. വ്യക്തമായ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് TV-യിൽ കാണുമ്പോൾ ദളിതർക്ക് വേണ്ടിയുള്ള കള്ളക്കണ്ണീർ. എത്ര ദളിതരെയാണ് ഇവിടെ ചവിട്ടിക്കൊന്നത്? എത്ര പേരെയാണ് തള്ളിയിട്ട് കൊന്നത്? എത്ര പേരാണ് ഓരോ കാര്യം പറഞ്ഞ് എന്നിട്ട് വടക്കോട്ട് നോക്കി ഇരിക്കുകയാണ്. വടക്കോട്ട് നോക്കി ഇരിക്കുമ്പോൾ കേരളത്തെ തെക്കോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തെക്കോട്ടെടുക്കുന്ന സമൂഹം ഇനി തെക്കോട്ടെടുക്കുമ്പോൾ അതിൽ കിടന്നു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ, ആ സാഹചര്യം എന്താണെന്ന് പറയാൻ ഈ സർക്കാരിന് കുടപിടിക്കുന്ന ചില ഉദ്യോഗസ്ഥർ എൻ്റെ ഹൃദയത്തിനും എൻ്റെ നാവിനും ചങ്ങലയിട്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ക്രൂരതയാണ് അച്ഛനമ്മമാർക്ക് ചെയ്തിരിക്കുന്നത്. കൃപേഷിൻ്റെ ആയാലും ശരത്ലാലിൻ്റെ ആയാലും ഷുഹൈബിൻ്റെ ആയാലും. ഞാൻ BJP-കാരനാണ്. ഞാനൊരു രാജ്യസഭാ അംഗമാണ്. കെട്ടിയിറക്കിയ MP ആണ്. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഷുഹൈബിൻ്റെ അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും അവരുടെ കണ്ണീര് എൻ്റെ കണ്ണീരാണ്. ഷുഹൈബിന് എൻ്റെ മക്കളെക്കാൾ ഒരല്പം കൂടി പ്രായം കൂടുതൽ കാണും. എനിക്ക് കേരളത്തിൻ്റെ മകനായിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് തുല്യനായിട്ട് കാണുവാൻ സാധിക്കൂ. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ഇതിനകത്ത് ഒരു ഡ്രാമയുമില്ല. വളരെ വ്യക്തമായി പറയുകയാണ്, ഏത് രാഷ്ട്രീയം കൊലക്കത്തി എടുത്താലും ആ കൊലക്കത്തി എടുത്തവനെ അവൻ്റെ കഠാരയും തവിടുപൊടിയാക്കണം.